മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 29/7/2021 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രട്ടാതിയാണ് നക്ഷത്രം. ഉത്രട്ടാതി 4-ാം പാദം. ചിങ്ങലഗ്നം. ലഗ്നത്തിൽ ശുക്രൻ കുജൻ, 2-ൽ ഗുളികൻ, 3 ശൂന്യം, 4-ൽ കേതു, 5 ശൂന്യം, 6-ൽ ശനി, 7-ൽ വ്യാഴം, 8-ൽ ചന്ദ്രൻ, 9 ശൂന്യം, 10-ൽ രാഹു, 11 ശൂന്യം, 12-ൽ ലഗ്നാധിപൻ സൂര്യൻ, ബുധൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. കൊച്ചുകുട്ടിയാണ്. 2021 എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വളരെ കൊച്ചുകുട്ടിയാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ലഗ്നാധിപൻ ആയിട്ടുള്ള ഗ്രഹം സൂര്യൻ 12-ൽ നിൽക്കുന്നു ബുധനോടൊത്ത്. ബുധൻ സൂര്യൻ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ അത് 12-ൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ജീവിത ഉയർച്ചയ്ക്ക് ഒരല്പം കാലതാമസം, ഒരല്പം എഫേർട്ട്, ചെറിയ രീതിയിലുള്ള സ്ട്രഗിൾസൊക്കെ നേരിടേണ്ടി വരും. അത് ഈ 12-ൽ ലഗ്നാധിപൻ നിൽക്കുകയോ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഏതെങ്കിലും മോശം സാഹചര്യത്തിൽ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായ ശേഷമായിരിക്കും അത്തരക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ച എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി വരിക. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ ശുക്രൻ കുജൻ നിൽക്കുന്നു. ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ്. എന്നാൽ അവിടേക്ക് 1, 2, 3, 4, 5, 6, 7 വ്യാഴത്തിൻ്റെ 7ാമത് ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നു. വളരെ വളരെ നല്ലതാണ്. ആ വ്യക്തിക്ക് തന്നെ ജീവിതത്തിൽ കിട്ടാൻ സാധ്യതയുള്ള പേര്, പ്രശസ്തി, അംഗീകാരം, ബഹുമാനം എല്ലാം തന്നെ വ്യാഴം അവിടെ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. മാത്രവുമല്ല, വ്യാഴം ഇവിടെ വളരെ സേഫായിട്ടാണ് നിൽക്കുന്നത്. ശനിയുടെ പിടുത്തത്തിലോ രാഹുവിൻ്റെ പിടുത്തത്തിലോ അല്ലെങ്കിൽ ഗുളികൻ്റെ സാന്നിധ്യത്തിലോ ഒന്നുമല്ലാത്ത വ്യാഴവുമാണ്. വളരെ വളരെ നല്ല ഫലങ്ങൾ കൊടുക്കുന്ന ഒരവസ്ഥയാണ് ലഗ്നത്തിലേക്ക് വ്യാഴം നിന്ന് കഴിഞ്ഞാൽ. ചില ഗ്രഹനിലകൾ, ചില ക്രോർസ്, എന്ന് വെച്ചാൽ കോടീശ്വരന്മാരൊക്കെ ആയിട്ട് കഴിയുന്ന ആളുകളുടെ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ധനസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ലഗ്നാൽ 2 എന്ന് പറയുന്ന പൊസിഷനുമായി ബന്ധപ്പെട്ട ഒരു വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതായിട്ട് കാണാം. വളരെ ഉയർന്ന പൊസിഷനുകൾ അലങ്കരിക്കുന്ന ആളുകൾക്ക്, അതല്ലെങ്കിൽ വളരെ സമ്പത്ത് ഉള്ള ജീവിതശൈലി പിന്തുടരുന്ന ആളുകൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എന്നല്ല അതിനർത്ഥം, ധാരാളം ആളുകൾക്ക് അങ്ങനെ കണ്ടുവരാറുണ്ട്. ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ സാന്നിധ്യം വരുന്നത് വളരെ നല്ലതാണ്. ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 2-ലാണ് ഗുളികൻ നിൽക്കുന്നത്. അത് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശുക്രൻ കുജൻ ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ ആദ്യം ഇദ്ദേഹം ഇറങ്ങുന്ന കാര്യങ്ങൾക്കൊരു തടസ്സം, ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ചെറിയ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. പക്ഷേ വ്യാഴം പ്രോപ്പറായി തന്നെ അവിടേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ആ തടസ്സത്തെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മാറുകയും അവിടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ്, അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതല്ല, ആ തടസ്സം കണ്ട് പേടിച്ചാൽ അല്ലെങ്കിൽ ഭയന്നാൽ, പരിഭ്രമിച്ചാൽ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അത് ഇതിനകത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു കാര്യം തീരുമാനിച്ച് കൃത്യമായിട്ടത് മനസ്സിലാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു തടസ്സമുണ്ടായാൽ തന്നെ അതിനെ വകവെച്ച് കൊടുക്കേണ്ടുന്ന കാര്യമില്ല. അതിനെ വകഞ്ഞു മാറ്റി മുന്നോട്ട് തന്നെ പോവാൻ കൃത്യമായിട്ട് ശീലിക്കുക. രക്ഷിതാക്കൾ അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് ഈ കുട്ടിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത് തന്നെയാണ്, ചെറിയ പ്രായത്തിൽ തന്നെ. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 6-ൽ ശനി നിൽക്കുന്നു. ശനിയുടെ സ്വന്തം ക്ഷേത്രത്തിൽ. രാഹുവിൻ്റെ 9ാമത്തെ ദൃഷ്ടി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പൊതുവേ 6-ലൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. 3, 6, 8, 11 ഭാവങ്ങളിലൊക്കെ ശനി രാഹു പൊതുവേ അത്യാവശ്യം നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കൊടുക്കുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. എന്നാൽ രാഹുവിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ ഹെൽത്ത് വൈസ് എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ്, വൈദ്യസഹായം വേണ്ട സമയത്ത് തന്നെ തേടാൻ മടിക്കരുത് എന്നൊരർത്ഥം കൂടെ ഇതിനുണ്ട്. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7-ൽ വിവാഹ സ്ഥാനത്തു കൂടിയാണ് വ്യാഴം നിൽക്കുന്നത്. 7ാം ഭാവാധിപൻ 6-ൽ രാഹുവിൻ്റെ ദൃഷ്ടിയിലും നിൽക്കുന്നു. ഉപരി 7-ലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശുക്രൻ കുജൻ ദൃഷ്ടി ചെയ്യുന്നു. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ വ്യാഴം 7-ൽ നിൽക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചു മാത്രമേ നടത്തി കൊടുക്കാവൂ. കാര്യം 7ാം ഭാവാധിപൻ 6-ൽ രാഹുവിൻ്റെ ദൃഷ്ടിയിൽ. അവിടേക്ക് 7-ൽ വ്യാഴം നിൽക്കുന്നുവെങ്കിൽ പോലും ശുക്രൻ കുജൻ ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ കുജൻ്റെ സാന്നിധ്യം വളരെ ശ്രദ്ധയോടെ തന്നെ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. കുജൻ്റെ സാന്നിധ്യം ശനിയുടെ ക്ഷേത്രത്തിലേക്ക് വരുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അവിടെ വ്യാഴമുള്ളത് വളരെ നല്ലത് തന്നെയാണ്. വ്യാഴം ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതും വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ പോയിൻ്റ് കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വെച്ച് ചേരുന്ന ഗ്രഹനിലകൾ മാത്രമേ ഇദ്ദേഹവുമായി ഭാവിയിൽ ചേർക്കാവൂ.
അതേപോലെ തന്നെ ചിങ്ങലഗ്നം എന്ന് പറഞ്ഞാൽ തന്നെ പൊതുവേ അല്പം കോപിഷ്ഠരായിരിക്കും ഇത്തരക്കാർ. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും, നേതൃഗുണമുണ്ടാകും, എന്നാൽ അല്പം മുൻകോപം അധികരിച്ചിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേഷ്യത്തെ സഹിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കാം. അത് ചിങ്ങലഗ്നത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത കൂടിയാണ്. മാത്രവുമല്ല ലഗ്നാധിപൻ 12-ൽ നിൽക്കുന്നു. അവിടേക്ക് 3, 6, 1, 7 ശനിയുടെ 7ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. ഇതും ദേഷ്യത്തിന് ഒരു പ്രധാന കോസ് അല്ലെങ്കിൽ കാരണം തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള ദേഷ്യ സ്വഭാവത്തെ ഒഴിവാക്കാൻ വേണ്ടുന്ന അറിവ് ഈ കുട്ടിക്ക് രക്ഷിതാക്കൾ നിർബന്ധമായും പറഞ്ഞ് കൊടുക്കേണ്ടതുമാണ്. പൊതുവേ ചിങ്ങലഗ്നത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം ലഗ്നത്തിൽ തന്നെ കുജൻ നിൽക്കുന്നു. കുജനും ദേഷ്യത്തിൻ്റെ മൂർത്തിഭാവമുള്ള ഒരു പ്രബല ഗ്രഹം തന്നെയാണ്. അപ്പോൾ ചിങ്ങം എന്ന് പറയുന്ന ലഗ്നത്തിൽ കുജൻ നിൽക്കുകയും ലഗ്നാധിപൻ സൂര്യൻ ശനിയുടെ 7ാം ദൃഷ്ടിയിൽ നിൽക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് പൊതുവേ ദേഷ്യം ഉണ്ടാകും. എന്ന് വെച്ചാൽ സൂക്ഷിച്ചല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്ന ആളിൻ്റെ കൈയും മുറിയുമെന്ന് സാരം. അതുപോലെ ദേഷ്യം ഇദ്ദേഹം കാണിക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, പ്രത്യേകിച്ച് വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ അത് വളരെ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന ഇടത്തേക്ക് ശനിയുടെ 3ാമത് ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ടെൻഷൻസ്, നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ചെറുപ്പകാലത്ത് തന്നെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ആ പോസിറ്റിവിറ്റി എന്താണെന്ന് പഠിപ്പിച്ച് തന്നെ വേണം ഈ കുട്ടിയെ വളർത്തി കൊണ്ടുവരാനായിട്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ ലാഭസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. വളരെ നല്ലത് തന്നെയാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10-ൽ രാഹു നിൽക്കുന്നു. വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട്, വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യേണ്ടതിനുള്ള ഒരു സ്വഭാവം നന്നേ ചെറുപ്പത്തിലെ തന്നെ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 10ാം ഭാവാധിപൻ ലഗ്നത്തിൽ കുജനോടൊത്താണ് നിൽക്കുന്നത്. അത് ശുക്രനുമാണ്. അപ്പോൾ അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടി കൂടെ ഉള്ളതുകൊണ്ട് മാറ്റ ജോലികൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു കമ്പനിയിലൊക്കെ കുറേ കാലം ജോലി ചെയ്ത ശേഷം അവിടെ നിന്ന് മാറി മറ്റൊരു രാജ്യത്ത് മറ്റൊരു രീതിയിൽ മറ്റൊരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ദേഷ്യത്തെ കുറയ്ക്കുന്നതിന് വേണ്ടുന്ന മാർഗ്ഗങ്ങൾ കൃത്യമായി തന്നെ വളരെ ചെറിയ കാലത്തിൽ തന്നെ അത് മനസ്സിലാക്കി ദേഷ്യത്തിൻ്റെ ഗുണവും ദോഷവും എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ വേണം കുട്ടിയെ ഇത്തരം ഗ്രഹനിലയുള്ള ആളുകളെ വളർത്തി പഠിപ്പിച്ച് കൊണ്ടുവരാനായിട്ട്. രക്ഷിതാക്കളുടെ മാത്രം ചുമതല തന്നെയാണ് എന്ന് തിരിച്ചറിയുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്രട്ടാതിയാണ്. സ്വാഭാവികമായിട്ടും ശനിദശയിലാണ് ജനിക്കുക. അതിൽ തന്നെ 2023 ഓഗസ്റ്റ് വരെ ശനിദശയായിരുന്നു. ശേഷം ബുധൻ 2040 വരെ, അതിനുശേഷം 7 കൊല്ലം കേതു, അതിനുശേഷം 20 കൊല്ലം ശുക്രൻ 2067 വരെ, ശേഷം 6 കൊല്ലം സൂര്യൻ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ 2083 വരെ, ശേഷം ചൊവ്വ, രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോവുക. അതിൽ തന്നെ ബുധനിൽ കേതുവാണ്. 10-1-2026 തൊട്ട് 7-1-2027 വരെ. അല്പം ദേഷ്യം, അല്പം അനുസരണക്കേടൊക്കെ കാണിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്ന് തിരിച്ചറിയുക. അദ്ദേഹത്തിൻ്റെ പ്രായം ഊഹിക്കാമല്ലോ. ആ പ്രായത്തിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ചെയ്യുക അദ്ദേഹത്തിൻ്റെ അവകാശം തന്നെയാണ്. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ മാത്രം പോസിറ്റീവായി കണ്ട് കൃത്യമായിട്ട് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകി നെഗറ്റീവ്സ് എന്താണ് പോസിറ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കി പറഞ്ഞ് കൊടുത്ത് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നാൽ വളരെ ഗുണപ്രദമായിട്ട് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ തക്ക കേപ്പബിലിറ്റി ഉള്ള ഒരു ഗ്രഹനിലയാണിത് എന്ന് തിരിച്ചറിയുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.